ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന പൊളിറ്റിക്കൽ അനലിസ്റ്റുകളുടെ കൂട്ടായ്മയായ ടീം PSR പുറത്തുവിട്ട ഏറ്റവും പുതിയ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് സർവേ അനുസരിച്ച് 77 മുതൽ 85 വരെ സീറ്റ് UDFന് നേടാൻ സാധിക്കുമെന്നാണ്. 54 മുതൽ 63 വരെയാണ് LDF അവർ പ്രവചിക്കുന്നത്. ഓരോ നിയോജക മണ്ഡലവും തിരിച്ചുള്ള സാധ്യതകൾ അവർ ആ സർവേയുടെ ഭാഗമായി പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 60 സീറ്റുകൾ കാസർഗോഡ് നിന്ന് തുടങ്ങി പാലക്കാട് അവസാനിക്കുന്ന ആ 60 സീറ്റുകളിൽ എന്ത് സംഭവിക്കും എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. ഈ 60 സീറ്റുകളിൽ കഴിഞ്ഞ തവണ UDFന് നേടാനായത് 21 എണ്ണമാണ്. അതിൽ തന്നെ 12 എണ്ണം മലപ്പുറത്ത് നിന്നുള്ളത്. ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം മോശം പ്രകടനമായിരുന്നു. LDFൻ്റെ സർവാധിപത്യമായിരുന്നു. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഓരോ നിയോജക മണ്ഡലത്തിലെയും 1000-ലധികം വോട്ടർമാരെ നേരിൽ കണ്ട് ടീം PSR തയ്യാറാക്കിയ ഈ സർവേ ഫലം പറയുന്നത്. ഇത്തവണ വടക്കൻ കേരളത്തിൽ, അതായത് ഈ 60 സീറ്റുകളിൽ, കാസർഗോഡ് നിന്ന് തുടങ്ങി പാലക്കാട് അവസാനിക്കുന്ന 60 സീറ്റുകളിൽ 41 എണ്ണം വരെ UDFന് നേടാൻ സാധിക്കും എന്നുള്ളതാണ്. 39 എണ്ണം കൈവശമുണ്ടായിരുന്ന LDFന് ഇക്കുറി പരമാവധി നേടാൻ സാധിക്കുന്നത് 19 എന്ന് ഈ സർവേ പറയുകയാണ്. അതിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചില കണ്ടെത്തലുകളുമുണ്ട്. ഈസിയായി ഇടതുപക്ഷം ജയിക്കുമെന്ന് വിചാരിക്കുന്ന ചില മണ്ഡലങ്ങളിൽ പോലും ഒരു നെക്ക് ടു നെക്ക് പോരാട്ടം നടക്കുന്നുണ്ട്. അവിടെ ഒരു UDFന് എഡ്ജുണ്ട് എന്ന നിലയിൽ ഈ ടീം PSRൻ്റെ സർവേ ഫലം പുറത്തു വരികയാണ്. അതായത് UDF നേടും എന്ന് അവർ പ്രവചിക്കുന്ന സീറ്റുകളുടെ പകുതി ഈ 60-ൽ നിന്ന് തന്നെ കിട്ടുകയാണ്. അത് വടക്കൻ കേരളം, LDFൻ്റെ ശക്തിദുർഗം എന്നറിയപ്പെടുന്ന മേഖലയിൽ, മലപ്പുറം ഒഴികെയുള്ള ജില്ലകൾ അങ്ങനെ തന്നെയാണ്. പക്ഷേ അവിടെ LDFന് വലിയ തിരിച്ചടിയേൽക്കും എന്ന സൂചനയാണ് നൽകുന്നത്. നമുക്ക് മണ്ഡലം തിരിച്ചുള്ള കണക്കുകൾ പരിശോധിക്കാം. മഞ്ചേശ്വരം, അവിടെ UDFന് 39% വോട്ട് കിട്ടുമ്പോൾ NDA 38% വോട്ട്. അതായത് കഴിഞ്ഞ 2 തവണത്തേതുപോലെ സുരേന്ദ്രൻ ഒരു നെക്ക് ടു നെക്ക് പോരാട്ടത്തിനൊടുവിൽ കീഴടങ്ങേണ്ടി വരുമെന്ന സൂചനയാണ് നൽകുന്നത്. അവിടെ 20% വോട്ടാണ് LDFന് പ്രവചിക്കുന്നത്. കാസർഗോഡ് ലീഗിൻ്റെ സ്വാധീനമുള്ള മറ്റൊരിടം, അവിടെ സുരക്ഷിതമായി 48% വോട്ട് വരെ നേടി UDF വിജയിക്കുമെന്നാണ്. രണ്ടാം സ്ഥാനത്ത് നിന്ന് NDAക്ക് 31% വോട്ടേ കിട്ടുകയുള്ളൂ. ഷാനവാസ് പാദൂറിനെ പോലെ ഒരു പ്രഗത്ഭനായ സ്ഥാനാർത്ഥിയെ അവിടെ അവതരിപ്പിച്ചെങ്കിലും വോട്ട് വിഹിതം ഉയർത്താൻ LDFന് സാധിക്കില്ല എന്ന സൂചനയും വരുന്നു. ഉദുമ ഒരു അത്ഭുതം സൃഷ്ടിക്കാവുന്ന മണ്ഡലം എന്നുള്ള നിലയിലാണ് അവർ ഇപ്പോൾ കണക്കാക്കുന്നത്. 44% വോട്ട് നേടി അവിടെ UDF വിജയിക്കുമെന്നാണ്. K നീലകണ്ഠനാണ് സ്ഥാനാർത്ഥി. സിറ്റിംഗ് MLA ആയ CH കുഞ്ഞമ്പുവിന് 43% വോട്ടേ ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. അതായത് 1%, ഒരു നെക്ക് ടു നെക്ക് പോരാട്ടമാണ് അവിടെ നടക്കുന്നത് എന്ന സൂചനയാണ് നൽകുന്നത്. കഴിഞ്ഞ തവണ 11,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ CH കുഞ്ഞമ്പു ബാലകൃഷ്ണൻ പെരിയയെ പരാജയപ്പെടുത്തിയിടമാണ്. കാഞ്ഞങ്ങാട്ടേക്ക് വരുമ്പോൾ അവിടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ് മത്സരിക്കുന്നത്. അവിടെ LDF സുരക്ഷിതമായി 42% വോട്ട് നേടി വിജയിക്കും. 36% വോട്ട് മാത്രമേ UDFന് നേടാനാകൂ എന്നാണ്. തൃക്കരിപ്പൂരിലേക്കാണ്. അവിടെ സന്ദീപ് വാര്യരെ ഇറക്കിയതിലൂടെ UDF ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ട്. ആ അട്ടിമറി സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. 2% വോട്ട് വ്യത്യാസം നിലവിലുണ്ട്. 47% വോട്ട് സന്ദീപ് വാര്യർ നേടുമ്പോൾ 45% VPP മുസ്തഫ നേടുന്നത് എന്നാണ് ഈ സർവേ പറയുന്നത്. അങ്ങനെ കാസർഗോഡ് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണ 2 എണ്ണം മാത്രമുണ്ടായിരുന്ന UDFന് ഈ തൃക്കരിപ്പൂറും ഉദുമയും പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന സൂചനയാണ് ടീം PSR നൽകുന്നത്. അങ്ങനെ 4-1 എന്ന നിലയിലുള്ള മുൻതൂക്കം അവിടെ നേടാൻ സാധിക്കും. ഇനി കണ്ണൂരിലേക്ക് വരുമ്പോൾ കണ്ണൂരിൽ LDFൻ്റെ കോട്ടകളായ പയ്യന്നൂരും കല്യാശ്ശേരിയും അവർ സുരക്ഷിതമായി നിലനിർത്തും എന്ന് പറയുന്നു. പയ്യന്നൂരിൽ 48% വോട്ട് LDF നേടും. 40% മാത്രമേ UDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് നേടാനാകൂ എന്ന്. കല്യാശ്ശേരിയിൽ വിജിൻ്റെ വിജയം 56% വോട്ട് നേടിയായിരിക്കും. അവിടെ 32% മാത്രമേ UDFന് നേടാനാകൂ എന്നുള്ളതാണ്. വലിയ വ്യത്യാസം, 24% വോട്ടിൻ്റെ വ്യത്യാസം അവിടെ നിലനിൽക്കുന്നു. തളിപ്പറമ്പ് സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധാകേന്ദ്രമാകുന്ന മറ്റൊരു മണ്ഡലമാണ്. തളിപ്പറമ്പിൽ LDF ജയിക്കുമെങ്കിലും അവർക്ക് അവിടെ വലിയ പോരാട്ടം നേരിടേണ്ടി വരുന്നുണ്ട്. 45% വോട്ട് അവിടെ LDFന്, 44% വോട്ട് UDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി TK ഗോവിന്ദൻ നേടും എന്ന സൂചനയാണ് ഈ സർവേ നൽകുന്നത്. പിന്നീടുള്ള ഇരിക്കൂർ, അഴീക്കോട്, കണ്ണൂർ മണ്ഡലങ്ങൾ, ഇത് 3ഉം UDF നേടും എന്നാണ്. ഇരിക്കൂറിൽ വലിയ വ്യത്യാസത്തിൽ 55-37 അതാണ് വോട്ട് ശതമാനം ഇപ്പോൾ അവർ പ്രവചിക്കുന്നത്. അഴീക്കോട്ടേക്ക് വരുമ്പോൾ LDFൻ്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ സിറ്റിംഗ് MLA KV സുമേഷിന് കടുത്ത പ്രതിരോധം നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. 1% വോട്ട് വ്യത്യാസം അവിടെ
UDF അനുകൂലമായി ഉണ്ട്. 43 UDFന്, 42% LDFന്. കണ്ണൂർ LDFിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ ഒരു വലിയ വ്യത്യാസത്തിൽ UDFിൻ്റെ സ്ഥാനാർത്ഥി TO മോഹനൻ ജയിക്കും എന്നുള്ളതാണ്. 48% അദ്ദേഹത്തിന് പറയുന്നു. കടന്നപ്പള്ളിക്ക് 39% വോട്ട് നേടാനേ സാധിക്കൂ എന്നാണ് ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നത്. ധർമ്മടം മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണ്. അവിടെ 57% വോട്ട് അദ്ദേഹം നേടും. 32% വോട്ട് മാത്രമേ എതിരാളിക്ക് നേടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്ന കാര്യം. തലശ്ശേരി LDFിൻ്റെ മറ്റൊരു സുരക്ഷിത മണ്ഡലം. അവിടെ 56% വോട്ട് നേടിയവർ ജയിക്കും. 35% വോട്ട് മാത്രമേ എതിരാളിക്ക് നേടാനാകൂ എന്നുള്ളതാണ്. കൂത്തുപറമ്പ് LDFിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ LDFിൻ്റെ സ്ഥാനാർത്ഥി മോഹനൻ മാറുന്നു. അതിന് പകരം പുതിയ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്നത്. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ജയന്തി രാജനിലൂടെ ആ മണ്ഡലം പിടിക്കും എന്ന സൂചന നൽകുന്നു. 48-39 നല്ല വ്യത്യാസം അവർ പ്രവചിക്കുന്നുണ്ട്. മട്ടന്നൂർ LDFിൻ്റെ മറ്റൊരു സുരക്ഷിത മണ്ഡലമാണ്. അവിടെ 50% വോട്ട് LDF നേടുമ്പോൾ 44% വോട്ടായിരിക്കും UDF നേടുക എന്ന് പറയുന്നു. പേരാവൂരാണ് കണ്ണൂരിൽ മറ്റൊരു ശ്രദ്ധേയ മത്സരം നടക്കുന്നത്. അവിടെ സണ്ണി ജോസഫും ശൈലജ ടീച്ചറും ഏറ്റുമുട്ടുമ്പോൾ വിജയം സണ്ണി ജോസഫിനോടൊപ്പം തന്നെ നിൽക്കും. 48% അദ്ദേഹം നേടുമ്പോൾ 45% വോട്ട് മാത്രമേ ശൈലജ ടീച്ചർക്ക് നേടാനാകൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ കണ്ണൂരിലെ മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ UDFന് കണ്ണൂർ മണ്ഡലം, ഇരിക്കൂർ, അഴീക്കോട്, കൂത്തുപറമ്പ്, ഒപ്പം പേരാവൂർ, അങ്ങനെ ഒരു ആധിപത്യത്തിലേക്ക് കണ്ണൂരിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ട് എന്നുള്ളതാണ് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഗൗരവമുള്ളതാക്കുന്നത്. ഒരു നേരിയ മുൻതൂക്കം അവിടെ LDFനാണ് ഉള്ളത് എങ്കിലും കഴിഞ്ഞ തവണത്തെ 2 സീറ്റിൽ നിന്ന് ഒരു വലിയ വർധന, 3 സീറ്റുകൾ കൂടി പിടിച്ചെടുക്കാൻ അവർക്ക് സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കണ്ണൂരിലുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ സർവേ പറയുന്നത്. ഇനി വയനാട്ടിലെ 3 മണ്ഡലങ്ങളാണ്. മാനന്തവാടിയും സുൽത്താൻ ബത്തേരിയും കൽപ്പറ്റയും. അതിൽ 2 ഇപ്പോൾ UDFിൻ്റെ കൈവശമാണ്. കഴിഞ്ഞ തവണ UDFന് ആധിപത്യം കിട്ടിയ ജില്ലകളിൽ ഒന്നാണ്. പക്ഷേ ഇക്കുറി 3ഉം UDF പിടിച്ചെടുക്കും. അതായത് OR കേളു മാനന്തവാടിയിൽ പരാജയപ്പെടുമെന്നാണ് പറയുന്നത്. മാനന്തവാടിയിൽ 46% UDF, 42 LDF. സുൽത്താൻ ബത്തേരിയിൽ അത് 49-36. കൽപ്പറ്റയിൽ 55-33. ഇത് ടീം PSRൻ്റെ സർവേ ഫലമാണ്. നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷണത്തിൽ ഇപ്പോൾ മാനന്തവാടിയിലൊക്കെ ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമോ? സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണനെ ഈ പറയുന്നത് പോലെ ഈസിയായി ജയിച്ചു കയറാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യം നമ്മുടേതായ രാഷ്ട്രീയ വിശകലനത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും ഇതൊരു സർവേ റിപ്പോർട്ട് ആയതുകൊണ്ട് ആ സർവേ റിപ്പോർട്ടിനെ അതേപടി അവതരിപ്പിക്കുകയാണ്. ഇനി കോഴിക്കോട് ജില്ലയിലേക്ക് വന്നാൽ കോഴിക്കോട് UDFന് നേട്ടമുണ്ടാകാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ജില്ലയാണ് എന്നുള്ളതാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത്. വടകരയിൽ 43-48. ഭാസ്കരനെ പോലെ ഒരു പ്രമുഖനായ സ്ഥാനാർത്ഥിയെ അവിടെ അവതരിപ്പിച്ചെങ്കിലും KK രമയുടെ വിജയത്തെ തടയാനാകില്ല എന്നാണ് പറയുന്നത്. 48% വോട്ട് രമ നേടുമ്പോൾ 43% LDFന്. കുറ്റിയാടിയിലെ കഴിഞ്ഞ തവണത്തെ തോൽവിക്ക് പാറയ്ക്കൽ അബ്ദുള്ള പകരം ചോദിക്കുമെന്നുള്ളതാണ്. പക്ഷേ 1% വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. 46-45. നാദാപുരത്തേക്ക് എത്തുമ്പോൾ അവിടെ അഭിജിത്തിലൂടെ അട്ടിമറി വിജയം നേടാൻ സാധിക്കും. P. വസന്തം എന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥി പരാജയപ്പെടുമെന്നുള്ള സൂചനയാണ് നൽകുന്നത്. 46% അഭിജിത്തിനും 44% വസന്തത്തിനും. അതൊരു ടൈറ്റ് മത്സരം നടക്കുന്ന സ്ഥലം. കൊയിലാണ്ടിയിലും അതുപോലെ തന്നെയാണ്. 2% വ്യത്യാസമേ ഉള്ളൂ. കൊയിലാണ്ടിയിൽ പ്രവീണ് 44% വോട്ട് നേടുമ്പോൾ എതിരാളി 42% വോട്ട് മാത്രമേ നേടുകയുള്ളൂ. ഇടതുപക്ഷത്തിന് ആ സീറ്റ് നഷ്ടപ്പെടും എന്നുള്ളതാണ്. പേരാമ്പ്രയും ബാലുശ്ശേരിയും LDF നിലനിർത്തുമെന്ന് പറയുന്നു. പേരാമ്പ്രയിൽ 47% അവിടെ TP രാമകൃഷ്ണൻ നേടും എന്ന് പറയുന്നു. ഫാത്തിമ തഹ്ലിയയ്ക്ക് 44% വോട്ടാണ്. ബാലുശ്ശേരിയിൽ 43-42. ബാലുശ്ശേരി LDFിൻ്റെ ഒരു സുരക്ഷിത മണ്ഡലമാണ്. പക്ഷേ അവിടെ KSU നേതാവിലൂടെ കോൺഗ്രസ് ഒരു വലിയ മത്സരം കാഴ്ചവെക്കുന്നുണ്ട് എന്ന പ്രതീതിയാണ് ഇതിനകത്ത് വരുന്നത്. ഇനി എലത്തൂരിലേക്ക് വന്നാൽ മന്ത്രി ശശീന്ദ്രൻ മത്സരിക്കുന്ന ഇടം, അവിടെ വിദ്യാ ബാലകൃഷ്ണനെ കോൺഗ്രസ് അവതരിപ്പിച്ചിരിക്കുന്നു. അവിടെ ഒരു നെറ്റ് ടു നെക്ക് ഫൈറ്റ് 40-40 എന്ന നിലയിലാണ് ഈ സർവേ പ്രവചിച്ചിരിക്കുന്നത്. എങ്ങോട്ട് വേണമെങ്കിലും മറിയാവുന്ന സ്ഥിതിവിശേഷം. കോഴിക്കോട് നോർത്തും സൗത്തും ഇക്കുറി UDF പിടിക്കുമെന്നുള്ളതാണ്. കോഴിക്കോട് സൗത്തിലാണെങ്കിൽ വലിയ വ്യത്യാസം പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ LDF പിടിച്ചെടുത്ത മണ്ഡലമാണ്. അവിടെ 48% UDF, 40%
LDF. കോഴിക്കോട് നോർത്ത് കഴിഞ്ഞ തവണ നേടിയ മണ്ഡലമാണ്. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയന്തിലൂടെ തോട്ടത്തിൽ രവീന്ദ്രനെ അട്ടിമറിക്കാനാകും എന്ന് ഈ സർവേ പറയുന്നുണ്ട്. 40-39 1% വ്യത്യാസമാണ് അവിടെ പ്രവചിക്കുന്നത്. ബേപ്പൂരിലേക്ക് വന്നാൽ സംസ്ഥാനം ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടം നടക്കുന്ന ഇടമാണ്. PV അൻവറും മന്ത്രി മുഹമ്മദ് റിയാസും ഏറ്റുമുട്ടുന്ന ഇടം. അവിടെ ഒപ്പത്തിനൊപ്പം എന്ന സൂചനയാണ് നൽകുന്നത്. 46-46 എങ്ങോട്ട് വേണമെങ്കിലും തിരിയാവുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത്. കുന്നമംഗലം 2% വ്യത്യാസത്തിൽ LDFിൽ നിന്ന് UDF പിടിച്ചെടുക്കും എന്ന് പറയുന്നു. 45% വോട്ട് കുന്നമംഗലത്ത് നേടാൻ സാധിക്കും എന്നാണ്. 43% അവിടെ LDFിന് നേടാൻ സാധിക്കുക എന്ന് പറയുന്നത്. 2% വ്യത്യാസത്തിൽ കുന്നമംഗലം പിടിച്ചെടുക്കും. കൊടുവള്ളിയിൽ വലിയ വ്യത്യാസത്തിൽ 39-56 PK ഫിറോസിലൂടെ ആ മണ്ഡലം സുരക്ഷിതമായി നിലനിർത്താനാകും എന്നാണ് ഈ സർവേ പറയുന്നത്. തിരുവമ്പാടിയിലേക്ക് വരുമ്പോൾ അവിടെയും UDFിന് 1% എഡ്ജായി ഈ സർവേ നൽകുന്നുണ്ട്. 47-48. അപ്പോൾ തിരുവമ്പാടിയിലും ഒരു അട്ടിമറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനയാണ് ഈ സർവേ നൽകുന്നത്. അങ്ങനെ കോഴിക്കോട് ജില്ലയിലെ മണ്ഡലങ്ങൾ എടുക്കുമ്പോഴും ഇപ്പോൾ തിരുവമ്പാടി, കുന്നമംഗലം, കോഴിക്കോട് സൗത്ത്, നോർത്ത്, എലത്തൂർ, കൊയിലാണ്ടി, നാദാപുരം, കുറ്റിയാടി തുടങ്ങി LDFിൻ്റെ കൈവശമിരിക്കുന്ന മണ്ഡലങ്ങൾ UDFിന് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ വടക്കൻ ജില്ലകളിൽ ഒരുപക്ഷെ UDFിൻ്റെ കുതിപ്പിന് വലിയ ഊർജം പകരുന്നത് കോഴിക്കോടായിരിക്കുമെന്ന സൂചന നൽകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ അത് വ്യക്തം. അതിനു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാലും അത് വ്യക്തം. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പാറ്റേൺ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് പ്രവചനാതീതമായി നിൽക്കുമ്പോഴും ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നത് ആ പാറ്റേണിലുള്ള വോട്ട് രീതിക്ക് സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ LDFിന് പല സിറ്റിംഗ് മണ്ഡലങ്ങളും നഷ്ടപ്പെടും, കടപുഴകും എന്ന് തന്നെയാണ് കരുതേണ്ടത്. കാരണം പേരാമ്പ്രയും ബാലുശ്ശേരിയും എലത്തൂരും ബേപ്പൂരും മാത്രമാണ് അവിടെ അവർക്ക് ജയിക്കാൻ സാധ്യതയുള്ളത് എന്ന നിലയിലെങ്കിലും ചൂണ്ടിക്കാട്ടാനാവുന്നത് എന്നതാണ്. അതിൽ തന്നെ ബേപ്പൂരും എലത്തൂരും നെക്ക് ടു നെക്ക് പോരാട്ടം എന്നും പറയുന്നു. ഇനി മലപ്പുറത്തേക്ക് വന്നാൽ എല്ലായിടത്തും UDF എന്നുള്ളതാണ്. മുസ്ലിം ലീഗും കോൺഗ്രസും ചേർന്ന് അവിടെ മുഴുവൻ ഇടങ്ങളിലും, മിക്കവാറും ഇടങ്ങളിലും 50% മുകളിലേക്ക് അവിടുത്തെ UDF സ്ഥാനാർത്ഥികൾ വോട്ട് നേടുമെന്നുള്ളതാണ്. മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ അവിടെ 70%, PK കുഞ്ഞാലിക്കുട്ടി 70% വരെ വോട്ട് നേടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം അത് തന്നെ. ഒരു പോരാട്ടം നടക്കുന്നു എന്ന് പറയുന്നത് പൊന്നാനിയിൽ മാത്രമാണ്. അവിടെ 47% UDFിനും 46 LDFിനും. LDFിൻ്റെ ഒരു കോട്ട. തവനൂരിൽ പോലും 38% KT ജലീലിന് വോട്ട് കിട്ടുകയുള്ളൂ എന്ന് പറയുന്നു. 47% അവിടെ UDF സ്ഥാനാർത്ഥി VS ജോയി നേടാൻ സാധ്യതയുള്ളത് എന്നത്. അപ്പോൾ ഈ തവനൂരും പൊന്നാനിയും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഇടങ്ങളിലും വലിയ കുതിപ്പ്, 60-65% വരെ വോട്ട് UDFിൻ്റെ സ്ഥാനാർത്ഥികൾ നേടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അവിടെ കോൺഗ്രസ് മത്സരിക്കുന്ന വണ്ടൂരിൽ 57% വരെ വോട്ട് നേടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നിലമ്പൂരിൽ 63, അതായത് 30% വരെ വ്യത്യാസം, വലിയ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാട്ടുന്നത്. പെരിന്തൽമണ്ണ മറ്റൊരു ശ്രദ്ധേയ മത്സരം നടക്കുന്ന ഇടമാണ്. അവിടെയും പക്ഷേ 55-36 വലിയ വ്യത്യാസം കാണുന്നുണ്ട്. മങ്കടയിൽ ഒരു പോരാട്ടം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇടം, അവിടെയും 42-50 8% വ്യത്യാസം അവിടെയും നിൽക്കുന്നുണ്ട്. അപ്പോൾ പോരാട്ടം നടക്കും എന്ന് പറയുന്ന ഇടങ്ങളിൽ പോലും നല്ല മാർജിനിലുള്ള ഒരു വിജയം UDF സ്ഥാനാർത്ഥികൾക്ക് ഉറപ്പാണ് എന്നാണ് ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നത്. ഇനി LDFിൻ്റെ മറ്റൊരു തുരുത്തായ പാലക്കാട് LDFിനെ പിടിച്ചു നിർത്തുന്ന ഇടമാണ്. അവിടെ 2 സീറ്റാണ് കഴിഞ്ഞ തവണ UDFിന് നേടാനായത്, പാലക്കാടും മണ്ണാർക്കാടും. ഇത്തവണ തൃത്താല തിരികെ പിടിക്കും എന്ന സൂചന വരുന്നു. 44% വോട്ടേ LDFിന് നേടാനാകൂ. UDFിന് അവിടെ 45. VT ബൽറാമും MP രാജേഷും തന്നെ മത്സരിക്കുന്ന ഇടമാണ്. പട്ടാമ്പിയിലും അതുപോലെ ഒരു അട്ടിമറി പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. പഴയ കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്നു, പക്ഷേ മുഹമ്മദ് മുഹസീനിലൂടെ അവർ നിലനിർത്തുന്ന ആ കോട്ട ഇക്കുറി 2% വോട്ടിൻ്റെ വ്യത്യാസത്തിൽ UDFിലേക്ക് വരാൻ ഷാജിയിലൂടെ മുഹമ്മദ് മുഹസീനെ പരാജയപ്പെടുത്താൻ സാധിക്കും എന്ന് ഈ സർവേ ഫലം ചൂണ്ടിക്കാട്ടുകയാണ്. ഷൊർണൂർ, ഒറ്റപ്പാലം PK ശശിയുടെ സാന്നിധ്യമൊന്നും അവിടെ UDFിന് ഗുണകരമാകുന്നില്ല. ഷൊർണൂരിൽ 7% വ്യത്യാസമുണ്ട്, 41-34. അവിടെ 23% വോട്ട് BJP പിടിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഒറ്റപ്പാലത്ത് 20% വോട്ട് BJP പിടിക്കും, 42 LDF, 37 UDF എന്ന് പറഞ്ഞാൽ 5% വ്യത്യാസമുണ്ട്. കോങ്ങാട് അതുപോലെ സുരക്ഷിതമായി LDF നിലനിർത്തും എന്ന് പറയുന്നു. 42-38 4% വ്യത്യാസമുണ്ട്. മണ്ണാർക്കാട്
ഷംസുദ്ദീൻ നിലനിർത്തും എന്ന് തന്നെയാണ് പറയുന്നത്. മലമ്പുഴയിൽ LDFന് വിജയിക്കാനാകുമെങ്കിലും അവിടെ ഒരു നെക്ക് ടു നെക്ക് പോരാട്ടമുണ്ട്. 34 LDF, 33 NDA കൃഷ്ണകുമാർ, 32 സുരേഷ് UDF സ്ഥാനാർത്ഥി. അപ്പോൾ 3 പേരും ഒപ്പത്തിനൊപ്പം പോരാടും എന്നതാണ്. ഇനി സംസ്ഥാനം വിട്ടു നോക്കുന്ന പാലക്കാട്ടേക്ക് വന്നാൽ അവിടെ UDF വിജയിക്കും എന്നുള്ളതാണ്. 37-36 ശോഭാ സുരേന്ദ്രനും UDFും തമ്മിലുള്ള വ്യത്യാസം 1%. അവിടെ LDF സ്ഥാനാർത്ഥിക്ക് 25% വോട്ട് മാത്രമേ നേടാനാകൂ എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. തരൂരിലേക്ക് വന്നാൽ അവിടെ സുരക്ഷിതമായി 10% വ്യത്യാസം, 46-36 എന്നുള്ളതാണ് LDFും UDFനും കിട്ടാൻ പോകുന്ന വോട്ട്. ചിറ്റൂരിലേക്ക് വന്നാൽ അവിടെയും ചിറ്റൂർ UDF പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണെങ്കിലും ചിറ്റൂരിൽ മുരുകദാസിലൂടെ ആ മണ്ഡലം കൃഷ്ണൻകുട്ടി മാറി പുതിയ സ്ഥാനാർത്ഥി വരുന്നു. പക്ഷേ മുരുകദാസ് അവിടെ നല്ല സ്വാധീനമുള്ളയാളാണ് എന്ന സൂചനയാണ് ഈ സർവേ റിപ്പോർട്ട് നൽകുന്നത്. 44-41 സുമേഷിന് ഇക്കുറിയും വിജയിക്കാൻ സാധിക്കില്ല എന്ന നിലയിൽ. നെന്മാറയിലേക്ക് വരുമ്പോൾ അത് 48-37 അവിടെ 11% വ്യത്യാസത്തിൽ നെന്മാറ സുരക്ഷിതമായി LDFന് നിലനിർത്താനാകും എന്നുള്ളതാണ്. അപ്പോൾ ആലത്തൂരിലേക്ക് വരുമ്പോൾ അത് 47-35 ആകുന്നു. അപ്പോൾ നെന്മാറയിലും ആലത്തൂരിലുമൊക്കെ വലിയ വ്യത്യാസം, 10-12% വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ 60 സീറ്റുകൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ പാലക്കാടേക്ക് വരുമ്പോൾ പാലക്കാട് UDFന് 2 എന്നുള്ളത് ഉയർത്താൻ സാധിക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന പാലക്കാടും മണ്ണാർക്കാടും ഒഴികെ കഴിഞ്ഞാൽ പിന്നെ തൃത്താലയും പട്ടാമ്പിയും കൂടി പിടിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ 2 എന്നുള്ളത് 4 ഉയർത്താൻ സാധിക്കും. അവിടുത്തെ 12 മണ്ഡലങ്ങളിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട് ഈ സർവേ. 1000-ഓളം പേർ പങ്കെടുത്ത സർവേയാണ്. അപ്പോൾ എന്തായാലും ഈ 60 സീറ്റുകളിൽ 41 വരെ നേടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ UDF ഭരണത്തിനടുത്തേക്ക് എത്തുന്നു. കാരണം പിന്നീട് മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ അവിടെ അവർക്ക് സ്വാധീനമുള്ള മേഖലകളുണ്ട്, തെക്കൻ കേരളത്തിലുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ആ ഭരണത്തിന് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആക്കം കൂട്ടുന്നത് ഈ മേഖലയായിരിക്കും എന്നതാണ് ഈ സർവേ റിപ്പോർട്ട് നൽകുന്ന സൂചന.